മിസൈലിനേക്കാൾ പവർഫുൾ ആയിട്ടുള്ള ഒരായുധം നമുക്ക് വേണം. ഒരു ദിവസം 2 ദിവസമല്ല, 24/7 രാവും പകലും നമുക്ക് വേണം. അങ്ങനെ ഒരു ആയുധം ഉണ്ടെങ്കിൽ ഈ ലോകത്തില് സന്തോഷത്തോടെ, സുരക്ഷിതത്തോടെ, സമാധാനത്തോടെ നമുക്ക് ജീവിക്കാം. ഇല്ലെങ്കിൽ ഇന്ന് ലോകത്തിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. സിസ്റ്റർ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം അല്ലേ? അപ്പോൾ അങ്ങനെയെങ്കിൽ ആ മിസൈൽ എന്തുകൊണ്ട് നമുക്ക് സ്വന്തമാക്കിക്കൂടാ? ആ ആയുധം നമുക്ക് വേണം. ആ ആയുധത്തിന്റെ പ്രാധാന്യത്തെ പറ്റി സിസ്റ്റർ ഒരു ചെറിയ പരീക്ഷണത്തിലൂടെ കാണിച്ചു തരാം. ഇതെന്താ? ബോട്ടിലാണ് അല്ലേ? ഒഴിഞ്ഞ ബോട്ടില്. ഈ ഒഴിഞ്ഞ കുപ്പി കാണിക്കുന്നത് ശൂന്യത, നിറഞ്ഞിട്ടില്ല, എന്തൊക്കെയോ വേണം, ഇതുപോലെ ഇരുന്നാൽ ശരിയാകത്തില്ല, എന്തെങ്കിലും കൊണ്ട് നിറയണം. പ്രിയമുള്ളവരെ, നമ്മുടെ ലൈഫ് സൈക്കോളജിയിൽ പറയുന്നത് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ താബുല രാസ, അതായത് ക്ലീൻ സ്ലേറ്റ് എന്നാണ് പറയുന്നത്. A to Z പഠിക്കണം അല്ലേ? അക്ഷരം പഠിക്കണം, സ്വഭാവം പഠിക്കണം, ജീവിക്കാൻ പഠിക്കണം, സമ്പത്തുണ്ടാകാൻ പഠിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ, അങ്ങനെ A to Z പതിയെ നമ്മൾ പഠിക്കണം. അതുപോലെ ജീവിതം നമ്മൾ കാലി ബോട്ടിലായിട്ടിരിക്കില്ല, നമ്മൾ എന്തെങ്കിലും കൊണ്ടൊക്കെ നിറയും. ഓക്കെ, എന്ത് നിറയ്ക്കണം എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഈ ശുദ്ധജലമാണ് വെള്ളം, കുടിക്കാൻ പറ്റുന്ന വെള്ളം. ശുദ്ധം, പരിശുദ്ധം കൊണ്ട് നിറയാം. പരിശുദ്ധാത്മാവ് കേട്ടിട്ടുണ്ടല്ലോ? പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാണ്. പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുമ്പോഴാണ് ജ്ഞാനം, അറിവ്, വിവേകം, ക്ഷമ, ദയ, കരുണ, വിശ്വസ്തത, സഹനശക്തി, സഹാനുഭൂതി, അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ കൊണ്ട് നിറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നിറഞ്ഞാൽ എന്താ പ്രത്യേകത? എനിക്ക് ദാഹിക്കുമ്പോൾ ഞാനിത് കുടിച്ച് എൻ്റെ ശരീരം കുറച്ചുകൂടി സ്ട്രോങ് ആക്കുന്നു, ആരോഗ്യവാനായി മാറുന്നു. അതുപോലെ തന്നെ ദാഹിച്ചു വരുന്ന ഒരാൾക്ക് അദ്ദേഹം എന്തായിരിക്കും? വെള്ളം കുടിച്ച് സംതൃപ്തനാകുന്നു. എന്നാൽ തിന്മകൾ കൊണ്ട് നിറയുന്നു. ഓക്കെ, അപ്പം പരിശുദ്ധിയുടെ ഓപ്പോസിറ്റ് അശുദ്ധി. അശുദ്ധമായ ചിന്തകൾ, നശിപ്പിക്കാനുള്ള ചിന്തകൾ, ജീവൻ കെടുത്തുന്ന ചിന്തകൾ, അങ്ങനെ ചിന്തയും വികാരങ്ങളും ഒക്കെ കറപ്റ്റഡായി ഇരിക്കുന്നതിനെ സൂചിപ്പിക്കാനാണ് ഇതെടുത്തത്. ഇത് എന്നറിയാവോ? സംഭവം ഒരുപോലെയൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിലും ഭംഗിയുണ്ടെങ്കിലും ഇത് സോപ്പ് വെള്ളമാണ്. ഓക്കെ, അപ്പോൾ ഈ വെള്ളം നമ്മൾ കുടിക്കുമോ? നമ്മൾ കൊണ്ട് നടക്കുമോ? ഓക്കെ, ഇത് ചേർത്ത് വെക്കത്തില്ല. നമ്മൾ പാത്രം കഴുകാൻ ഉപയോഗിക്കും, എങ്കിലും ഒരു വെള്ളം, നമ്മൾ ശുദ്ധജലം നമ്മൾ ശരീരത്തിന്റെ ഭാഗമാക്കുന്നത് പോലെ, കൊണ്ട് നടക്കുന്നത് പോലെ ഈ ഡിറ്റർജന്റ് കൊണ്ട് നടക്കുമോ? ഇല്ല അല്ലേ മക്കളെ? നമുക്കിതുപോലെ നമ്മൾ മാറ്റി വെക്കുന്ന അടുക്കള ഭാഗത്തിൽ ഒതുങ്ങിക്കൂടുന്ന ഒരു ഡിറ്റർജന്റ് പോലെ ആകരുത്. എവിടെ പോയാലും കൊണ്ട് നടക്കുന്ന, ആഗ്രഹിക്കുന്ന ഒരു ബോട്ടിൽ പോലെ അതിൽ നിറഞ്ഞിരിക്കുന്ന ശുദ്ധജലം പോലെ ആകണം. അങ്ങനെയെങ്കിൽ എൻ്റെ കുട്ട ഒരേ ഒരു വഴിയുണ്ട്, പല വഴിയുണ്ട്, ഒരേ ഒരു വഴി, ഏറ്റവും പ്രധാനപ്പെട്ട വഴി ദൈവവചനം കൊണ്ട് നിറയുക. ചുമ്മാ ചിന്തിച്ചു നോക്കിയാൽ നമ്മളിൽ എത്രമാത്രം ദൈവത്തിന്റെ വചനമുണ്ട്. ദൈവത്തെ ഇഷ്ടമാണെന്നൊക്കെ പറയും, എങ്കിലും നമ്മുടെ മക്കളുടെ നാവിൻ തുമ്പത്ത് വചനമുണ്ടോ? വചനം കൊണ്ട് നിറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അതേ നമ്മളിൽ നിന്ന് ഒഴുകത്തുള്ളൂ. അങ്ങനെ നിറഞ്ഞിരിക്കുന്നവന് തെറി എങ്ങനെ വരും? മോശം വർത്തമാനം എങ്ങനെ വരും? അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ നോമ്പ് കാലമാണല്ലോ, നമുക്ക് ഇച്ചിരി എഫേർട്ട് എടുത്ത് ഒരു ഡയറിയൊക്കെ എടുത്ത് നമുക്ക് എഴുതി പഠിക്കാം. ഓക്കെ, ദൈവത്തിന് വില കൊടുക്കുന്നവനെ ദൈവം വില തരും, വില ഇടും. ഓക്കെ, ഒരു വചനമില്ലേ? അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായി നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. മത്തായി 11:28 പറയുന്നുണ്ട്. അതായത് നീ അധ്വാനിച്ച് സ്ലോ ചെയ്ത് തളരണ്ട എൻ്റെ കൊച്ചെ, നീ എൻ്റെ അടുത്ത് വാ, ഞാൻ നിന്നെ ആശ്വസിപ്പിച്ച് നമുക്ക് ഒന്നിച്ച് വർക്ക് ചെയ്യാം. ഇതുപോലെ യേശയ്യ 64:4 ഒരു സൂപ്പർ വചനമാണ്. തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന അവിടത്തെ അല്ലാതെ മറ്റൊരു ദൈവത്തെ പറ്റി കേൾക്കുകയോ മറ്റൊരു ദൈവത്തെ കാണുകയോ ചെയ്തിട്ടില്ല അല്ലേ? അപ്പം നമ്മൾ ദൈവത്തോട് അടുക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി അധ്വാനിക്കും, ദൈവം നമുക്ക് വേണ്ടി കാത്തിരിക്കും. ഇഷ്ടമുണ്ടെങ്കിലല്ലേ കാത്തിരിക്കും. അതുകൊണ്ട് നമുക്ക് ഈ നോമ്പുകാലം കുറച്ചുകൂടി നമുക്ക് അനുഗ്രഹപ്രദമാക്കാൻ നമ്മുടെ ജീവിതത്തിൽ ദൈവവചനം കൊണ്ട് നിറച്ച് വചനത്തിന്റെ ആളായി നമുക്ക് മാറാം. ഓക്കെ, എന്താണോ നിറച്ചത് അതേ പുറത്തു വരത്തുള്ളൂ. അപ്പോൾ നമ്മളിൽ നിന്ന് വചനം അണ പൊട്ടി ഒഴുകട്ടെ, നീർച്ചാലുണ്ടാകട്ടെ. അങ്ങനെ ജീവിതം സുരക്ഷിതമായി സന്തോഷത്തോടെ നമുക്ക് ജീവിക്കാം. അപ്പോൾ മിസൈലിനേക്കാൾ പവറുള്ളത് എന്തിനാ? വചനത്തിനാണ്, ദൈവവചനത്തിന്. ഈശോ അനുഗ്രഹിക്കട്ടെ.